ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഹരിതയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ വീഡിയോ കാണുന്നവരോട് എന്താ പറയാനുള്ളത് ഹരിത? ഉറപ്പായിട്ടും ഒരു ക്ലാസ്, ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. നമ്മൾക്ക് അത്ഭുതം തോന്നും. 5 മണിക്കൂറിൽ 5 മണിക്കൂർ എന്നുള്ളതല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് അവസാനം തോന്നും. നമ്മള് സാറിനെ എവിടെ ഡ്രോപ്പ് ചെയ്യണ്ടേന്ന് ചോദിക്കുന്ന ലെവലിലോട്ട് നമ്മൾ എത്തും. എന്നിട്ട് സാറിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാം എന്ന് നമുക്ക് സ്വന്തമായിട്ട് തോന്നും. അതാണ് എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ്. അത് 5 മണിക്കൂറെന്നോ 2 മണിക്കൂറെന്നോ ഒന്നുമല്ല. നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ സെറ്റ്. അതിപ്പോ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 hour തന്നെ നമ്മൾ ഓക്കെ ആയി. കാരണം നമുക്ക് പഠിക്കേണ്ട മെയിൻസ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ഒരു 1 hour തന്നെ നമ്മൾ സെറ്റ് ആയി. പിന്നെ നമുക്ക് സാറിന്റെ നേതൃത്വത്തിൽ കുറച്ച് ദൂരം പോവാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കുറച്ച് പ്രാക്ടീസ് ആവും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ 10 ദിവസത്തെ ക്ലാസ് 20 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ. ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്, ഈ 5 മണിക്കൂർ കൊണ്ട് എന്ത് മാജിക് ആണ്. എനിക്കത് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു എന്താ പറയാ, എന്തോ ആവട്ടെ ഇത് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്ക് ചെയ്തതാ. പക്ഷെ അത് ഭയങ്കര വേർത്തായിട്ട് തോന്നി. 5 മണിക്കൂറേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പകുതി അങ്ങനൊന്നും വിചാരിക്കണ്ട. എന്തായാലും ഓടിക്കാൻ പറ്റും. അത് എന്റെ ഉറപ്പ്. ആക്ച്വലി എനിക്കിപ്പോ ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റും. വണ്ടി ഓടിച്ചിട്ട് അത്ര കോൺഫിഡൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ നേരെയുള്ള റോഡിൽ ഒരുപാട് വണ്ടി ഓടിക്കുമായിരുന്നു. കാരണം നേരെ ഓപ്പോസിറ്റ് വണ്ടി കയറാത്ത ഇത് റോഡുകളിൽ NH നന്നായിട്ട് വണ്ടി ഓടിക്കും എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ മനസ്സിലായി. ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അതല്ല ഡ്രൈവിംഗ് എന്ന് മനസ്സിലായത്. എന്താണ് നമ്മുടെ കൺട്രോളിലാണ് വണ്ടി ഓടിക്കേണ്ടത്, അല്ലാണ്ട് വണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ പോവല്ല എന്ന് മനസ്സിലായി. നല്ല കൺട്രോൾ കിട്ടി. വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അത് ഭയങ്കരമായിട്ട് കിട്ടി. അതാണ് ഏറ്റവും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് കൺട്രോളിൽ വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മളുടെ കൺട്രോളിൽ വണ്ടി നിൽക്കും, അല്ലാണ്ട് വണ്ടി പോകുന്ന വഴിയിൽ നമ്മൾ പോവല്ല എന്നുള്ളൊരു സാധനം മനസ്സിലായി. ശരി, അതാണ് ഏറ്റവും വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത്. ചാനൽ കണ്ടിട്ടല്ലേ മനസ്സിലായത്? അത് ആക്ച്വലി എൻ്റെ ഒരു ടീച്ചർ, സന്ധ്യ ടീച്ചറിന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടിരുന്നു. സന്ധ്യ ടീച്ചർ എറണാകുളത്തുള്ള ടോക്കിച്ചിലുള്ള. അപ്പൊ ടീച്ചറിന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിനും ഇങ്ങനെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയതിന്റെ ഒരു ഇത് മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെ സാറിന്റെ ഇത് വീഡിയോസ് എടുത്ത് നോക്കി. അപ്പോഴത്തേക്കിനും ഞാൻ കൂടുതലൊന്നും കണ്ടില്ല. ബിക്കോസ് എനിക്ക് ആദ്യത്തെ വീഡിയോ ഞാൻ കാണുന്നത് ഈ ഡ്രൈവിംഗ് ക്ലാസ്സിലെ കൂടെ പഠിച്ചില്ലെങ്കിൽ ഞാൻ ഇനി ഡ്രൈവിംഗ് പഠിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരത്തെ വീഡിയോ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ഭയങ്കര കോൺഫിഡൻസിലാണ് പിന്നെ പോകുന്നത്, ലാസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പൊ എനിക്ക് ഓക്കെ എനിക്ക് അങ്ങനെ ഒരാള് ഓടിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഓടിക്കാൻ പറ്റുമെന്ന് തോന്നി. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നില്ല. പിന്നെ ഒരു പ്രായമുള്ളൊരു അമ്മയുടെ ഒരു വീഡിയോയും കൂടെ കണ്ടു. അമ്മ ഇങ്ങനെ ഇത്രയും പ്രായമായിട്ടും അവരെ വണ്ടി ഓടിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് അറിയില്ലായിരുന്നു. വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും അതെ പറ്റും. സത്യം പറഞ്ഞ ഈ ഓടിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 80% ആളുകൾക്കും ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല. വണ്ടി ഓടിക്കുന്നു അത്രേ ഉള്ളൂ. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഓടിക്കാനുള്ള കഴിവ് അത് സത്യം പറഞ്ഞാൽ പഠിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാവുന്ന സാധനമല്ല. അത് മനസ്സിലായി. അത് ആ 2 വീഡിയോ ഞാൻ കണ്ടുള്ളൂ ആക്ച്വലി. അപ്പൊ തന്നെ ഞാൻ വിളിക്കായിരുന്നു, ബുക്ക് ചെയ്യായിരുന്നു. ഞാൻ വേറെ ഒന്നും കാണാനും നിന്നില്ല, ഞാനൊന്നും നോക്കിയിട്ടില്ല. സന്ധ്യ ടീച്ചർ നമ്മുടെ വ്യൂവേഴ്സിനെ ഓൾറെഡി അറിയുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ കുറെ ബ്ലോഗ്സ് ഒക്കെ ചെയ്തിരുന്നു, ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ചെയ്തിരുന്നു ടീച്ചറും ഞാനും കൂടെ പോയിട്ട്. ഞാൻ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും സാറാണ് അതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ജസ്റ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതില് കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് എനിക്കത് ഇങ്ങനെ ഒരു ഇത് ആണെന്ന് മനസ്സിലായിട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഒറ്റക്ക് പോവാന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്തിയില്ലേ? ഒറ്റക്ക് പോവും. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിലേക്ക് ഒറ്റക്ക് പോകാൻ പോവാണ്. അപ്പൊ ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പം ഹരിത പറയുന്നത് കേട്ടല്ലോ അല്ലേ? ഞാൻ അധികം റിവ്യൂ വീഡിയോസ് ഇപ്പോൾ ചെയ്യാറില്ല. ഒന്നാമത് സമയത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം ആരും നിർബന്ധിച്ച് റിവ്യൂ വീഡിയോസ് ചെയ്യിപ്പിക്കാറുമില്ല. എന്നോട് ലാസ്റ്റ് എന്താ ഇങ്ങനെ ചോദിക്കാത്തതെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. റിവ്യൂ ഇപ്പൊ അങ്ങനെ ചോദിച്ചിട്ടല്ല ഇടുന്നത് എന്ന് വിചാരിച്ചു. സാധാരണ എല്ലാവരും അങ്ങനെയാണ്, അങ്ങോട്ട് ചോദിച്ച് റിവ്യൂഡ് എന്ന് പറയാതെ ചെയ്യാം എല്ലാവരും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് നമ്മള് ചെയ്യായിരുന്നു വീഡിയോ. നിർബന്ധിച്ച് ആരെക്കൊണ്ടും അങ്ങനെ വീഡിയോസും ചെയ്യിപ്പിക്കാറില്ല. പിന്നെ ആരാണെങ്കിലും റിവ്യൂ പറഞ്ഞു. കാരണം എന്നെ പോലത്തെ ഒരാൾക്ക് തോന്നാണ് ഓക്കെ എനിക്ക്
പറഞ്ഞ പോലെ നേരെ ഓടിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ പോകാനറിയാം അങ്ങനെ പോകാനറിയാം, ടൗണിൽ ഇറങ്ങാൻ പേടിയാണ്, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റ ക്ലാസ് അത് മതി. അതുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കും, പിന്നെ നമ്മുടെ കയ്യിലാണ്. അതെ, പിന്നെ ബാക്കി ചെയ്ത് പ്രാക്ടീസ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതേപോലെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കോട്ടയം ജില്ലയിൽ ഇനിയും കുറച്ച് ദിവസം ക്ലാസ് ഓൾറെഡി ബുക്ക് ചെയ്ത ക്ലാസ്സുകൾ തന്നെ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിക്കാൻ പറ്റുന്നത് പഠിച്ചോളൂ. അതും കണ്ടിട്ട് ഓക്കെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.